എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ചില അനുഭവങ്ങൾ നമ്മെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടങ്ങൾ? എപ്പോഴാണ് എല്ലാം ശരിയാകുന്നത്? എൻ്റെ ഭാഗ്യകാലം എപ്പോഴാണ് തുടങ്ങുന്നത്? ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മിൽ ഓരോരുത്തർക്കും വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ചെറിയ സൂചന പോലും നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസമാകാറുണ്ട്. അത്തരത്തിൽ ചിലർ വിശ്വസിക്കുന്ന ഒരു രീതിയാണ് തൊടുകുറി. ഇത് ഒരു പ്രവചനം മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 നമ്പറുകളെ കുറിച്ചാണ്, 33 44. ഈ നമ്പറുകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വെറുമൊരു നമ്പർ തിരഞ്ഞെടുപ്പല്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ഭയങ്ങൾ, ഇവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു സൂചനയായിരിക്കും. പലർക്കും ഇതൊരു ആത്മപരിശോധനയുടെ അവസരമാകുന്നു. ചിലർക്ക് ഇതൊരു ആത്മവിശ്വാസം നൽകുന്ന വഴികാട്ടിയുമാകാം. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഈ തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ കൂടുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തി, നമ്മുടെ കർമ്മഫലം, നമ്മുടെ ചിന്തകൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. അതിനാൽ ഈ സന്ദേശങ്ങളെ നിങ്ങളൊരു പ്രചോദനമായി കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തുടക്കമായി കാണണം. അതുകൊണ്ട് തന്നെ ഈ 2 നമ്പറുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ ആദ്യം തിരഞ്ഞെടുക്കുക. ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്നിട്ടുള്ളത്, ആ നമ്പർ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നമ്പറുകൾ മാറ്റി മാറ്റി തിരഞ്ഞെടുക്കുന്നത് ശരിയായ ഫലം നൽകില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച നമ്പർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതിനോടകം തന്നെ ഇതിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നമ്പർ 33 തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവർ നേരിട്ട അനുഭവങ്ങളെയും ഇനി വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും 33 എന്ന നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു കാണിക്കും. നമ്പർ 33 തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ഹൃദയ സൗമ്യത ഉള്ള ആളുകളായിരിക്കും. കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അവർ വളരെ പ്രാധാന്യം നൽകും. അവരുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നത് വെറും ഒരു വാക്കല്ല, അത് അവരുടെ ശ്വാസം പോലെയാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം ഏറ്റവും പ്രധാനമാണ്. മറ്റൊരാൾക്ക് വേദന വരാതിരിക്കാനായി അവർ പലപ്പോഴും സ്വന്തം വികാരങ്ങൾ ഒതുക്കി വയ്ക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ ഇവർ എപ്പോഴും ചിരിച്ചു നിൽക്കുന്നവരായി തോന്നാം. എന്നാൽ ആ ചിരിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരുപാട് വേദനകളും പറയാത്ത കഥകളുമായിരിക്കും. ഇത്തരക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതേസമയം സ്വന്തം മനസ്സിലെ വേദനകൾ പറയാൻ അവർക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ഞാൻ എല്ലാം സഹിച്ചോളാം എന്ന മനോഭാവം ഇവരിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അന്യായമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചനകൾ, പ്രതീക്ഷിച്ചവരിൽ നിന്ന് നിരാശകൾ, ഇവയെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറിയതല്ല. മാനസികമായി നിങ്ങളെ തളർത്തിയ ചില അനുഭവങ്ങൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് മാത്രമേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടോ, എനിക്ക് മാത്രമാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് എന്ന ചോദ്യവും നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഈ അനുഭവങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ് വന്നിട്ടുള്ളത്.
നിങ്ങൾ ഇന്ന് കാണുന്ന ക്ഷമയും സഹനശേഷിയും ഈ കഷ്ടപ്പാടുകൾ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ നല്ലത് എപ്പോൾ സംഭവിക്കും എന്ന ചിന്ത. എന്നാൽ ഇവിടെ ഒരു പ്രധാനമായ മാറ്റം സംഭവിക്കാൻ പോകുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വൈകിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സമയം കടന്നു വരാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ചില സന്തോഷങ്ങൾ ഇനി നിങ്ങളെ തേടിയെത്തും. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പുതിയ ആളുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. അവർ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്നവരായിരിക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ വരവ് തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് അടുത്തിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ നൽകിയ കഠിനാധ്വാനം ഇനി അംഗീകരിക്കപ്പെടും. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് ചെയ്തതിൻ്റെ വില കിട്ടുന്നില്ല എന്ന്. എന്നാൽ ആ അവസ്ഥ മാറുന്നു. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും ലഭിക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. നിങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വിജയങ്ങൾ നേടാൻ കഴിയും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലധികം ഫലങ്ങൾ നേടാൻ പോലും സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഒരു ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ആളുകൾക്ക് മുന്നിലെത്തും. നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നല്ല മാറ്റങ്ങൾ വരാൻ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ പിന്നോട്ടടിപ്പിക്കും. നിങ്ങൾ ഇതിനകം തന്നെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ്. എനിക്ക് കഴിയില്ല എന്ന ചിന്ത മാറ്റി എനിക്ക് കഴിയുമെന്ന വിശ്വാസം വളർത്തണം. ദിവസവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. അതൊരു മതപരമായ കാര്യം മാത്രമല്ല, അത് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം നൽകുന്ന പ്രക്രിയയാണ്. മന്ത്രങ്ങൾ ജപിക്കുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അധ്യായത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ആ വാതിൽ തുറക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഭയങ്ങളെ വിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ അർഹിക്കുന്ന സന്തോഷങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ഇനി അടുത്തതായി നമ്പർ 44 തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ 44 എന്ന നമ്പർ തിരഞ്ഞെടുക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന ചില സത്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു അവസരമാണിത്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. പുറത്ത് നിങ്ങൾ സാധാരണയായി പെരുമാറുന്നവളോ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളും ആശങ്കകളും ഒരുമിച്ച് ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നാൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ ചിന്തിക്കും. ഇതൊരു നല്ല ഗുണമാണ്. പക്ഷേ പലപ്പോഴും അതേ കാര്യം തന്നെ നിങ്ങളുടെ ബലഹീനതയാവുകയും ചെയ്യും. കാരണം അധികം ചിന്തിക്കുന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. ഇത് ശരിയാണോ, അതോ മറ്റേതെങ്കിലും വഴിയാണോ നല്ലത് എന്ന ചോദ്യങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടെ അലട്ടും. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട അവസരങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നവരല്ല എന്നതാണ്. നിങ്ങൾക്കുള്ള ആശങ്കകളും ഭയങ്ങളും പലപ്പോഴും നിങ്ങൾ ഉള്ളിലൊതുക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുപോലെ തോന്നും. എന്നാൽ ഉള്ളിലൊരു ചെറിയ ഭയം എപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, അതായത് എനിക്കിത് സാധിക്കുമോ എന്ന സംശയം, ഇവയെല്ലാം നിങ്ങളെ ചിലപ്പോൾ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ടാകും.
എന്നാൽ ഈ അവസ്ഥ ഇങ്ങനെ തുടരാനല്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഘട്ടം ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ജീവിതം ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. ഇത് വെറുമൊരു ആശ്വാസവാക്കല്ല, നിങ്ങൾ ഇതുവരെ നടത്തിയ പരിശ്രമങ്ങൾക്കും സഹനത്തിനും ലഭിക്കുന്ന ഒരു ഫലമാണ്. നിങ്ങൾ ഒരുപാട് നേരം കാത്തിരുന്ന ചില കാര്യങ്ങൾ, അത് ജോലിയായാലും ബന്ധങ്ങളായാലും വ്യക്തിപരമായ നേട്ടങ്ങളായാലും, ഇനി ഒന്നൊന്നായി സഫലമാകാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ട തടസ്സങ്ങൾ കുറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. പലവട്ടം ശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉള്ളവർക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നോക്കിയാൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ തുടങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല പുരോഗതി കാണാം. ശരീരത്തോടൊപ്പം മനസ്സിനും വിശ്രമം നൽകേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എത്രയും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഫലം നിങ്ങളുടെ ശരീരത്തിലും പ്രതിഫലിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്ന്. നിങ്ങൾ എപ്പോഴും ഭയത്തോടെയും സംശയത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ആ ചെറിയ ഭയങ്ങളെ മറികടക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം. ഇവിടെ ഒരു ആത്മീയമായ വശവും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ദിവസവും കുറച്ച് സമയമെടുത്ത് പ്രാർത്ഥന ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ശാന്തത നൽകും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഓർക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ആശങ്കകളെ കുറയ്ക്കാൻ സഹായിക്കും. പലപ്പോഴും നമ്മുടെ മനസ്സിന് ഒരു ആശ്രയം ആവശ്യമുണ്ട്. ആ ആശ്രയം നിങ്ങൾക്ക് ആത്മീയതയിൽ നിന്ന് ലഭിക്കും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ഇവയെല്ലാം വെറും ആചാരങ്ങൾ മാത്രമല്ല, അത് നിങ്ങളുടെ മനസ്സിനൊരു വിശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്നൊരു അനുഭവം നൽകാൻ ഇത് സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ തയ്യാറാകുന്ന ഘട്ടത്തിലാണിപ്പോൾ. ഇപ്പോൾ ഈ 2 നമ്പറുകളുടെയും സന്ദേശങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. 33 തിരഞ്ഞെടുക്കുന്നവരും 44 തിരഞ്ഞെടുക്കുന്നവരും ഇരുവരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്. പക്ഷെ ഇരുവരുടെയും ജീവിതത്തിൽ ഒരു പൊതുവായ സത്യമുണ്ട്. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾ വെറുതെയാകില്ല. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുകയാണ്. ജീവിതം എപ്പോഴും ഒരേപോലെ തുടരുന്നില്ല. നല്ല സമയവും മോശം സമയവും മാറി മാറി വരും. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ്. 33 ആണെങ്കിലും 44 ആണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത് ഒരു നല്ല ഭാവിയാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ സഫലമാകാൻ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ മാറ്റം വേണം. നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരണം. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വേണം. ഭയങ്ങളെ വിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും സ്വീകരിക്കാൻ തയ്യാറാകണം. ദൈവവിശ്വാസം നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. പ്രാർത്ഥനയും ആത്മവിശ്വാസവും ചേർന്നാൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളും സാധ്യമാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ദൈവിക ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ കേട്ട ഈ സന്ദേശം ഒരു പ്രവചനം എന്നതിലുപരി ഒരു പ്രചോദനമായി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തുടക്കമായി ഇത് ഉപയോഗിക്കണം. നിങ്ങൾ അർഹിക്കുന്ന സന്തോഷങ്ങളും സമാധാനവും വിജയവും ഓൾ ആർ ഓൺ ദെയർ വേ. നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച ദിവസങ്ങൾ ഇനി മുന്നിലാണ്. വിശ്വസിക്കുക, മുന്നോട്ടു പോവുക. നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക.
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.